സോ വാട്ട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നുണ്ടല്ലോടാ ഒരു പുതിയൊരു ഗെയിമുമായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഫെമിലിയർ ആയിട്ട് തോന്നും. പക്ഷേ ഇത് പുതിയൊരു ഗെയിമാണ്. നമ്മളെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ അല്ല ഗൈസ്, ഇത് നമ്മുടെ സ്വന്തം ബസ് സിമുലേറ്റർ ഇന്ത്യയാണ്. അപ്പോൾ ഇത് മെലിയോ പുതുതായിട്ട് ഡൗൺലോഡ് ചെയ്തതല്ല, അവരുണ്ടാക്കിയ നിർമ്മിച്ച പുതിയൊരു ഗെയിമാണ് ഗൈസ് ഇത്, ബസ് സിമുലേറ്റർ ഇന്ത്യ. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു പുതിയ ഗെയിമിലൂടെ നമ്മൾ പോർഷെ 911 GT അങ്ങനെ എന്തോ ആണ് ഗൈസ്. അവിടെ ഗൈസ് പോർഷെ 911 GT3 RS ആണ് ഗൈസ് നമ്മളിന്ന് ഓടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മളേതായാലും ഒന്ന് ബാക്ക് അടിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾക്ക് ഇതിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അതെന്താണെന്ന് ഞങ്ങളിപ്പോൾ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഈ ഒരു മാപ്പിലുണ്ടല്ലോ, നമ്മുടെ കേരളയിൽ നിന്നാണ് ഗൈസ് നമുക്ക് ഓടിക്കാൻ വേണ്ടി പറ്റുന്നത്. അതേപോലെ കേരള കൊച്ചിയാണ് ഗൈസ്, കൊച്ചിയിലൂടെ മാത്രമാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുക. അപ്പോൾ കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് സേലം, ബാംഗ്ലൂർ, ഹൈദരാബാദ്, മുംബൈ, അഹമ്മദാബാദ് വരെയൊക്കെ ഗൈസ് നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളേതായാലും കൊച്ചി മുതൽ കോയമ്പത്തൂരേക്കാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതാണ് ഗൈസ് അവരുടെ ലോഡിങ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ടു പ്ലേ ലോങ്ങർ വിത്തൗട്ട് ഓവർ ഹീറ്റ്, അഡ്ജസ്റ്റ് വിഷ്വൽ ടു കീപ് കോൺസ്റ്റൻറ്റ് 30 FPS. അത് ഫോൺ ഓവർ ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് 30 FPS ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഗൈസ് അവരുടെ പുതിയ ഗെയിം. അങ്ങനെ ഗൈസ് നമ്മുടെ ഗെയിമിൻ്റെ അകത്തേട്ട് വന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഈ റെക്കോർഡിങ്ങിൻ്റെ സാധനം ഒന്ന് ഇങ്ങോട്ടാക്കട്ടെ, ഇങ്ങനെ വെച്ച്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി പോർഷെ. ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊച്ചിയിലാണ് ഗൈസ്. ഇതാണ് കൊച്ചി ബസ് സ്റ്റാൻഡ്. ഇങ്ങനെയാണോ കൊച്ചിയിലെ ബസ് സ്റ്റാൻഡ്? ഞാൻ ഇതുവരെ കൊച്ചി പോയില്ല ഗൈസ്. ഏതായാലും ഇങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഞാനേതായാലും നമ്മുടെ ഹെഡ്ലൈറ്റൊക്കെ ഓണാക്കി ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഗിയറിലിട്ട് വണ്ടി എടുക്കുകയാണ് ഗൈസ്. നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തോട്ടാക്കി പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ്, അങ്ങനെ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് എത്താവുന്നതുണ്ട് ഗൈസ്. വണ്ടിക്ക് സൗണ്ട് ഇല്ല എന്ന് തോന്നുന്നു. ഞാൻ ന്യൂട്രലോട്ടൊന്ന് ആക്സിലേറ്റർ കൊടുത്തോട്ടെ ഗൈസ്. ഈ ഗെയിമിലെ പ്രശ്നമാണോ അതോ എൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണോ? ഫോണിലല്ല ഗൈസ്, നമ്മുടെ ബസ്സിൻ്റെ ഇന്തോനേഷ്യയിലൊക്കെ കിട്ടുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പ്രശ്നമാണെന്നാണ് ഗൈസ്. ബ്രേക്ക് പിടിക്കുമ്പോൾ സൗണ്ട് ഉണ്ട്, ആക്സിലേറ്ററിൽ റേസ് ആകുന്ന പെട്രോൾ. നമ്മളെ ഇലക്ട്രിക് വണ്ടി ഓടിക്കുന്നില്ലേ ഗൈസ്, അതേപോലെ ഉണ്ട് ഇത് ഓടിക്കാൻ. എന്താണെന്ന് അറിയില്ല, ഒരു ഫീൽ കിട്ടുന്നില്ല ഗൈസ് വണ്ടി ഓടിക്കുന്നത്. ഇൻറ്റീരിയർ നോക്കട്ടെ ഗൈസ്, ഇൻറ്റീരിയറിൽ ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ട് ഉണ്ട്. എങ്ങോട്ടാണോ പോയി ഗൈസ്? ഇതെന്താ അറിയില്ല, ഒരു ഇലക്ട്രിക് വണ്ടി ഓടിക്കുന്ന ഒരു ഫീല് ഗൈസ്. അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് അവരുടെ മിസ്റ്റേക്കാണോ അതോ പുതിയൊരു അപ്ഡേറ്റ് പുതിയൊരു ഗെയിം ആയതുകൊണ്ട് റെഡിയായി വരുന്നേ ഉള്ളൂ എന്ന് അറിയില്ല. അപ്പോൾ ഗൈസ് ഇത് കഴിഞ്ഞാ അടുത്ത ലോഡിങ്ങിലോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമുക്കിനി അടുത്ത ലോഡിങ്ങിൽ വെച്ച് കാണാം. ബസ് സിമുലേറ്റർ ഇന്ത്യ ഗൈസ്. അങ്ങനെ നമ്മുടെ ഇന്ത്യയിലും ഒരു ബസ് സിമുലേറ്റർ ഗെയിം ഇന്ത്യയുടെ പേരിൽ വന്നിട്ടുണ്ട്. ഇതേപോലെ വേറെ കുറേ ഗെയിം ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അത് ഇത്ര ഗ്രാഫിക്സും ക്വാളിറ്റി ഉള്ളതാണോ അറിയില്ല ഗൈസ്. അങ്ങനെ നമ്മുടെ എവിടെയാണ് ഗൈസ് നമ്മുടെ മാപ്പിൽ? ഗൈസ് നമ്മളിപ്പോൾ പാലക്കാടാണുള്ളത്. ഇത് സീനാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പാലക്കാട് ഇതുവരെ പോകാത്തവരാരുണ്ടെങ്കിൽ ഇത് കണ്ടോളൂ ഗൈസ്. ഇതാണ് പാലക്കാട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതാണ് പാലക്കാട് എന്ന് ഗൈസ്. ഈ റോഡ് നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് പരിചയമുണ്ട്? ഞാൻ താഴത്തോടെ ഒന്ന് പോയിക്കോട്ടെ ഗൈസ്. ഇത് വേറെ ഇത് നമ്മളെ കേരള ഇത് നമ്മളെ NH അല്ലേ ഗൈസ്? ഇതേപോലുള്ള ഡിസൈൻ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ കേരളത്തിലൂടെ പുതിയൊരു NH നാഷണൽ ഹൈവേ വരുന്നില്ലേ ഗൈസ്, അതിൻ്റെ താഴ്ഭാഗമല്ലേ ഗൈസ് ഇത്? പണി കഴിയാത്ത റോഡ് മിക്കവാറും പാലക്കാട് ഇപ്പം എങ്ങനെയാണോ ഗൈസ് അറിയത്തില്ല. ഗൈസ് ഇത് തന്നെ, ഈ ഒരു അണ്ടർഗ്രൗണ്ട് ഇങ്ങനൊരു ഡിസൈൻ അവർ മാത്രമാണ് ഗൈസ് ചെയ്തിട്ടുള്ളത് ഗൈസ്. എനിക്ക് മേലോട്ടായിരുന്നു പോകേണ്ടത്, അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ഗൈസ്. ഇവിടുത്തെ
എടാ ഇവിടുത്തെ ടീ ഷോപ്പ്, ചായപ്പീടിയ, അതേപോലെ ബാക്കിയുള്ള പീടിയൊക്കെ മലയാളത്തിലായിരിക്കുമോ ഗൈസ്? അല്ല, മലയാളത്തിലാവാൻ ചാൻസ് ഇല്ല, പക്ഷേ ആവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. കാരണം ഇത് പാലക്കാടല്ലേ, പാലക്കാടെല്ലാം മലയാളത്തിലല്ലേ ഗൈസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനതൊന്ന് നോക്കട്ടെ കേട്ടോ. ഇവിടെ വേറെ ഇവിടുന്ന് ഞാൻ ഏതായാലും അങ്ങോട്ട് എടുക്കാൻ, ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് എടുക്കാനുണ്ട് ഗൈസ്. ഇവിടുന്ന് പറ്റുന്നുണ്ട്, അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്ത് എടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് വണ്ടി ഓടിക്കാൻ അത്ര ഫീല് തോന്നുന്നില്ല കേട്ടോ. ഈ വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ അതൊരു ഫീല് വരണം. ഇത് അതുപോലും ഇല്ല. ഇത് പറയാം, ഇലക്ട്രിക് വണ്ടി ഓടിക്കുന്നവരുണ്ട് ഗൈസ്. എല്ലാ വണ്ടികളും ഇത് കേരള റോഡിൻ്റെ ഗൈസ്, പൊട്ടിപ്പൊളിച്ച് നടക്കുന്ന റോഡാണ്. താഴെ ഉറപ്പ് അത് കൊച്ചി തന്നെ, അല്ല അത് പാലക്കാട്. കേരള റോഡ് എന്തായാലും അങ്ങനെ തന്നെയായിരിക്കും, അത് ഉറപ്പാണ്. അതിന് കുറേ കാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാണെങ്കിലും മാറി വയ്ക്കും. കലക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തീരുന്നു തോന്നുന്നു ഗൈസ്. എടാ ഇത് നമ്മുടെ NH തന്നെ ഉറപ്പിച്ച്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത അല്ല, ഒരു ഡിഫറൻസ് എന്താ വെച്ചാൽ നിങ്ങളിതാ ഈ നടുക്കൂടെ ഒരു പുഷ് വെച്ചാൽ അവിടെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. അവിടെ ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ബോർഡർ ആയിരുന്നു എനിക്ക് തോന്നുന്നത്. അങ്ങനെ മനസ്സിലാവുന്നുണ്ടോ എനിക്ക് മനസ്സിലായില്ല, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ എന്തായാലും ഈ ഒരു ഗെയിമിനെ പറ്റി എങ്ങനെയാണെന്ന് അഭിപ്രായം പറയാം. ആസ് യൂഷ്വൽ നമ്മുടെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് ഇന്തോനേഷ്യ തന്നെയാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. ഇന്തോനേഷ്യയിൽ കേരള ട്രാഫിക് മോഡ് എടുക്കുന്നതാണ് കണ്ടതെന്ന് തോന്നുന്നു. പറ്റി ചെറുതായിട്ടും പറ്റിയില്ല. ഇത് നമ്മുടെ കേരള റോഡ് തന്നെയാണ്. ഇത് നമ്മുടെ NHൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് ഗൈസ് പോകുന്നത്. ആസ് യൂഷ്വൽ ഞാൻ ഈ സൈഡ്, നമുക്ക് ഇങ്ങോട്ടാണ് ഗൈസ് പോകേണ്ടത്. അപ്പോൾ ഞാൻ ഏതായാലും ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളിപ്പോൾ പാലക്കാട് കഴിഞ്ഞില്ല ഗൈസ്. മിക്കവാറും അടുത്ത ഒരു റോഡിങ്ങിലായിരിക്കും ഗൈസ്. ഞാൻ ഇവിടെ സൈഡിലൊന്ന് നിർത്തി നോക്കട്ടെ. ഇവിടെ എവിടെയെങ്കിലും നമ്മുടെ മലയാളത്തിൽ ഗൈസ്, ഇവിടെ ഞാനൊരു ബോർഡ് കാണുന്നുണ്ട്. അവിടെ അത് മലയാളത്തിലാണോ ഗൈസ് എഴുതി? ഒന്നും കാണില്ലടാ ഗൈസ്. അടിപൊളി. ഇത് കൊച്ചിയും പാലക്കാടും ഒന്നല്ല ഗൈസ്, ഇത് ഏതോ വല്ല ഇന്ത്യക്കാരെ നാടെങ്ങാനാണ്. അല്ലേ കേരളയിലെ റോട്ട് മറ്റേ ചായപ്പീടിയൻ്റെ അതേപോലെ വേറെ പീടിയൻ്റെ ഒക്കെ മുന്നിൽ ഹിന്ദിയിലല്ലേ എഴുതിയിരിക്കുന്നത്. എന്താണിത് ഗൈസ്? ഇവിടെ നോക്കട്ടെ. ഇത് ഫേക്കാ, ഉറപ്പായിട്ടും ഫേക്ക്. അതുകൊണ്ടോ മസാല ദോശ. ഇപ്പോൾ ഹിന്ദിയിലല്ലേ കേരളയിലെ പാലക്കാട് മസാല ദോശ എന്ന് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഗൈസ്. ഇത് ഹിന്ദി, ഇത് പക്കാ ഫേക്കാണ്, ഞാൻ ഉറപ്പിച്ചു ഗൈസ്. അപ്പോൾ പക്ഷെ റോഡ് നമ്മുടെ കേരള റോഡ് തന്നെയാണ് ഗൈസ്, അതിൽ വേറെ പറയാനൊന്നുമില്ല. എൻ്റെ പൊന്ന് ഗൈസ്, ഇത് വണ്ടി റേസായെന്ന് പോലും ഞാൻ അറിയുന്നില്ല. ഇതെന്താണ് പറയേണ്ടത്? അത് ഞാനൊരു 0 റേറ്റിംഗ് ഗൈസ് അതിൽ കൊടുക്കുള്ളൂ. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് ഈ ഒരു ഗെയിമിലൊരു ഫോൾട്ടെന്ന് പറയാനുള്ളത്. കാരണം എന്താണ്, ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ റേസ് കിട്ടണ്ടേ നമ്മുടെ ഗൈസ്. ഇതിലെ ജെറ്റ് ബസ് ഞാൻ ഇതുവരെ എടുത്തു നോക്കിയില്ല, അതൊന്ന് നോക്കണം കേട്ടോ. ഞാൻ ഡയറക്റ്റ് ഈ ഗെയിം റിലീസായി അറിഞ്ഞ സമയത്ത് ഞാൻ ഡയറക്റ്റ് നമ്മുടെ പോർഷേൻ്റെ പുതിയൊരു വണ്ടിയായിട്ടാണ് ഗൈസ് വന്നത്. അപ്പോൾ ഞാൻ പോർഷേനെ പറ്റി പറഞ്ഞില്ല, അത്യാവശ്യം നല്ലൊരു പോർഷയാണെന്ന് തോന്നുന്നു ഗൈസ്. ഇതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ കയറൂല. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ പോർഷേൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാനത് ഓട്ടോറിക്ഷക്കാരൻ തന്നെയാണ്, കേരള റോഡിൻ്റെ ഗൈസ്. സമ്മേച്ചി തൂക്ക് അപ്പുറത്തോട്ട് ഇട്ടപ്പോൾ ഇപ്പുറത്തോട്ട് എടുക്കും. എന്തായത്? ഓക്കെ, ഞാൻ പറഞ്ഞു തന്നത് നമ്മുടെ പോർഷേൻ്റെ സൗണ്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിലേക്ക് എന്നെ കൊണ്ടുപോകണം ഗൈസ്. ഇതിന് ഇത്ര ഇത് കണ്ടോ, ഞാൻ ഒരു നേരമായി ഗൈസ് 115 പോകുന്നു. ഇതുകൊണ്ടോ, ഇത് റേസായെന്ന് പോലും അറിയുന്നില്ല വണ്ടി. ഇതുകൊണ്ടോ, ഇതിപ്പോൾ സ്പീഡ് കൂടുന്നുണ്ടോ? ഇതിപ്പോൾ റേസായിട്ടായിരിക്കും ഗൈസ് നിൽക്കുന്നത്, ഞാനൊന്നും കാണുന്നില്ല കേട്ടോ. എനിക്ക് ആ ഒരു കാര്യം അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല ഗൈസ് ഈ ഗെയിമിൽ. ഇതിപ്പോൾ കേട്ടോ 130 എത്ര നേരെ ഞാൻ പോകുന്നു. ഇത് 5ാമത്തെ ഇയർ, ഞാൻ 6ാമത്തെ ഇയറിലേക്ക് ഡയറക്റ്റ് ഇടാം ഗൈസ്. അല്ലാണ്ട് പിന്നെ ഇത് ഏത് കാലം റേസാവുന്നല്ല, ഏതോ നേരം റേസായി ഉണ്ടാവും. ഞാനത് സൗണ്ട് കേട്ടാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ.
ഗൈസ് ഈ ഒരു കാര്യത്തിൽ ഈ ഗെയിം തീരെ പോരാ. ബാക്കിയെല്ലാം അത്യാവശ്യം ഗ്രാഫിക്സൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വസീണ്ടർ ഇന്തോനേഷ്യയിൽ അതേ ഗ്രാഫിക്സ് തന്നെയാണ്. വീണ്ടും മഴ പെയ്തു. രാത്രി നമുക്ക് ഇൻറ്റീരിയർ റിവ്യൂ ഇട്ടേക്കില്ല ഗൈസ്. മഴ ഇൻറ്റീരിയർ റിവ്യൂ രാത്രി മഴയെ തോടിക്കാൻ കിട്ടില്ല കേട്ടോ. പക്ഷെ കൺട്രോൾ കിട്ടൂല. അയ്യാ ചെറുതായിട്ടൊന്ന് തട്ടിയുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. ഒന്നും കാണുന്നില്ല. ഞാൻ ഇൻറ്റീരിയർ റിവ്യൂവിലാണ് ഗൈസ്. എനിക്ക് ഭയങ്കര കംഫേർട്ട്. പക്ഷേ ഇതിലാണ് ഞാൻ ഇന്ത്യയിൽ പറപ്പിക്കൂലേ. കാറിന് ഹൈറ്റ് കുറവല്ലേ, മുന്നോട്ട് ശരിക്കും കാണൂല. റോഡ് അങ്ങോട്ട് റെഡിക്ക് അങ്ങോട്ട് ക്ലിയർ. അയ്യാ പോയടാ കയ്യിൽ നിന്ന് പോയടല്ലോ. അതോ റോഡ് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഇതിന് ഒന്നാമത് സ്റ്റിയറിംഗ് കൺട്രോളിക്ക് കാർ ഓടിക്കുന്ന അത്ര ഇഷ്ടമല്ല. പോയി എടാ ജസ്റ്റ് മിസ് ഇട്ടോ ഗൈസേ, ജസ്റ്റ് മിസ്. സത്യം പറയാലോ, ഞാൻ വിചാരിച്ച അവിടെ നിന്ന് ചത്തുന്ന്. അമ്മാരി സ്കിഡാവലാണ് ആടുന്നത് മിക്കവാറും ഗൈസ്. നമ്മൾ എവിടെയെങ്കിലും പോയി ഇടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ നോക്കട്ടെ. ഈ ലോഡാകുന്ന സമയത്ത് തന്നെ ഒന്ന് കൺട്രോൾ ഇട്ടായിരുന്നെങ്കിൽ. എടാ എൻ്റെ നേരെയാടാ. ഞാൻ വിചാരിച്ചത് പണിയായി. നമുക്ക് നേരത്തെ ഇതിൽ തന്നെ ഇൻറ്റീരിയർ റിവ്യൂവിലല്ല എക്സ്റ്റീരിയർ റിവ്യൂ തന്നെ പോവാം. പിന്നെ ഗൈസ് നമ്മുടെ ബസ് ഇറക്കുന്ന സമയത്ത് നമ്മൾ എടാ നോക്കി മേലോട്ടുള്ള റോഡ് ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് താഴോട്ടാവണ്ടേ. എന്ത് ചെയ്യണം ഗൈസ്, എന്ത് ചെയ്യണം? മേലോട്ട് പോവുകയാണെങ്കിൽ എവിടെ എത്തും? ഇത് കഴിയാനായടാ ഈ മാപ്പ്. നമ്മൾ പാലക്കാട് നിന്ന് കഴിഞ്ഞാൽ നേരെ കോയമ്പത്തൂരാ. പാലക്കാട് നിന്ന് ഡയറക്റ്റ് കോയമ്പത്തൂർ കിട്ടും. അതെന്താ അങ്ങനെ? അയ്യാ സോറി, എവിടെയോ തീപിടുത്തം ഉണ്ടായിട്ട് ഗൈസ് ആ വണ്ടി പോവുകയാണ്. അല്ല ഫയർഫോഴ്സിൻ്റെ വണ്ടി അല്ലേ ഇത്. സോറി ട്ടാ. അയാൾക്ക് ഓവർടേക്ക് അതൊക്കെ പോയാൽ പോരെ. കോയമ്പത്തൂർ എവിടെയാ? കോയമ്പത്തൂർ കേരളയിലല്ല. ഇത് ഞാൻ ഫയർ എഞ്ചിൻ ഇവർക്കൊന്നും തീരെ ഉത്തരവാദിത്തമില്ല കേട്ടോ. ഞാൻ ഏതായാലും ഗൈസ് നമ്മളെ മേലോട്ടുള്ള റോട്ടിലൊന്ന് പോവുകയാണ്. എങ്ങനെ ഉണ്ട് എന്നൊന്ന് നോക്കാൻ. എനിക്ക് മേലോട്ടുള്ള റോഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഗൈസ്. തട്ടല്ലേ ഗൈസ്. ഞാൻ അതിലൂടെ ഒന്ന് പോയി നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ നേരെ പോവുകയാണ്. എവിടെ എത്തുന്നൊന്നും അറിയില്ല. പക്ഷെ എനിക്ക് റോഡ് ഭയങ്കര വലിയ കയറ്റം കേട്ടോ. ഇവർ മാപ്പ് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. മാപ്പ് വരെ നല്ല അത്യാവശ്യം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മാപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂ നോക്കടാ. എൻ്റെ മോനെ, ഒരു റോഡ് അടിയിൽ കൂടെ പോകുന്നു, അതിൻ്റെ അടിയിൽ കൂടെ വേറെ റോഡ്, അതിൻ്റെ അടിയിൽ കൂടെ വേറെ റോഡ്. ഇത് നോക്കടാ. ഇതെന്താ 3 തട്ടില്ലേ? 3 തട്ട് റോഡാ. ഇതെങ്ങനെയാണ്? അങ്ങനെ 3 തട്ട് റോഡ് ഗൈസ്. അടിപൊളി ആയിട്ട്. കോയമ്പത്തൂർ എങ്ങനെയാണോ? മേ ബി ആയിരിക്കും. ഞാൻ ഇതുവരെ കോയമ്പത്തൂർ പോയില്ല. ഞാൻ ഈ അടുത്ത് കോയമ്പത്തൂരേക്കാണോ പോകുന്നത്? എനിക്ക് തോന്നുന്നത് ഞാൻ കോയമ്പത്തൂരല്ല, കോയമ്പത്തൂർ ഒക്കെ തമിഴ്നാട്ടിലേക്ക് പോകുന്നുണ്ട്. അത് മാത്രം എനിക്കറിയാം. ഓക്കേടാ, ഈ റോഡ് ഇത്ര ഉള്ളതിന്. ഇത് കണ്ടോ, ഞാനിത് എത്ര സ്പീഡ് പോകേണ്ട കാറാ. ഇത് ഗിയറിൽ വീണതുകൊണ്ടാണ് പ്രശ്നം. ഞാൻ ഏതായാലും റോങ് വേ പോകണ്ട ഗേസ്. ഞാൻ ഏതായാലും ഈ വഴിക്ക് തന്നെ പോവുകയാണ്. ഇവിടുന്ന് യൂ ടേൺ എടുത്താൽ പോരെ. എന്തിനാടാ അവിടെയൊക്കെ പോകുന്നത്? ഇവിടുന്ന് അങ്ങ് യൂ ടേൺ എടുത്താൽ പോരെ. ഏതോ നൂറ്റാണ്ടിൽ പോയി യൂ ടേൺ എടുക്കാനൊക്കെ ഗേസ് പറയുന്നത്. എന്ത് കഷ്ടമായി. റോഡിന് പോയി അപ്പുറത്തൂരി. ഓക്കെ ഗേസ്, നമ്മൾ മേളിൽ കൂടെ ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴെ കൂടെ പോയി നോക്കാം. മേലെ കൂടെ പോയാൽ മതി. എന്നാലും താഴെക്കൂടെ റോഡ് എങ്ങനെ? ഇതുകൊണ്ടാ 3 തട്ട് റോഡ്. എന്തോ ഇത് ബിൽഡിങ്ങാണ്. ഇവിടെ സിഗ്നൽ എല്ലാം ആണ്. ഞാനും എടുത്തിട്ടുണ്ട്. എൻ്റെ മുന്നേ കൈസ് എനിക്കിത് മനസ്സിലാകുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഗിയർ എപ്പോഴാണ് മാറ്റേണ്ടതെന്ന്. ഇത് ഓട്ടോമാറ്റിക് ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു ഞാൻ തട്ടല്ലേ. ഇവിടുന്ന് വാക്കിയ ഞാൻ പ്രതീക്ഷിച്ച്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ മാപ്പ് ഏകദേശം ഇവിടെ കഴിയാനായിട്ടുണ്ട്. അതിൻ്റെ ഗിയർ ഓട്ടോമാറ്റിക് ആക്കുന്നതായിരിക്കും. എന്ന് കുറേ ഉണ്ട് അതിന് പോയി. 2 വളവ് കൂടി കഴിഞ്ഞാൽ സ്ഥലമെത്തി. ഇനിയിപ്പോൾ എന്തിനാ? ഓക്കെ ഗൈസ്, ഞാൻ ഏതായാലും ഇന്ന് ഈ ഒരു
ഗിയറിൽ തന്നെ ഗിയറല്ല, ഐ മീൻ ഈ ഒരു മോഡിൽ തന്നെ പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ ഏതായാലും ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ബസ് സ്റ്റാൻഡ് എത്താനായിട്ടുണ്ട്. ഇവിടുന്ന് വലത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്തി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ നമ്മുടെ ബസ് സ്റ്റാൻഡ് ഏകദേശം ഇവിടെ അടുത്താണ്. ഞാൻ എടാ ഇതെന്താ ആക്സിഡൻറ്റാ? റൈറ്റ് കൂടി നമുക്കൊന്ന് ഇറങ്ങിപ്പോയ. ഓ മച്ചാനെ, ഇതാണോ നമ്മൾ സീനായിണ്ടല്ലോ. ആ മഴ പെയ്തു, വെരി ഗുഡ്. ഇവിടെ ഇതെന്താ ആക്സിഡൻ്റ് ആണോ? ഇത് നമ്മുടെ MGൻ്റെ വണ്ടിയാണ് ഗൈസ്. MGRൻ്റെ അല്ല, MG കമ്പനി അതിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വാഗണറല്ലേ ഗൈസ് ഇത്? അതെ ഗൈസ്, വാഗണറാണ്. അപ്പോൾ ഇതിൻ്റെ ഇത് MGൻ്റെ വണ്ടി ഏതാണെന്ന് എനിക്ക് അറിയില്ല. ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ടുണ്ട്, നമ്മൾ ഇട്ടില്ലേ? ഓക്കെ ഗൈസ്, അത്രേ ഉള്ളൂ. അവിടെ ഇതെന്താ വയസ്സന അയാൾ ഓടുന്നു നോക്കിയേ. അയ്യേ അയ്യോ, പോർഷ ഇയാളാണ് ഓടിക്കുന്നത്. വാ ഡെലീഷ്യസ്. ഇയാൾ അതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ടോ? ഇല്ലടാ, ഉള്ളിൽ കയറുമ്പോൾ അയാളെ കാണില്ല. കൊള്ളാടാ. അപ്പോൾ നമ്മുടെ അപ്പാപ്പനാണ് ഗൈസ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും ഇനി ഈ വീഡിയോ അധികം ലോങ് ആക്കുന്നില്ല. ആസ് യൂഷ്വൽ നമ്മൾ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു ഗൈസ്. നമ്മുടെ ഈ ഒരു വീഡിയോ ഒത്തിരി പേര് കാണുന്നുണ്ട്, പക്ഷെ ആരും ലൈക്ക് അടിക്കുന്നില്ല, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗൈസ്. നമുക്ക് ഇപ്പോൾ ഏതാണ്ട് 129 അങ്ങനെ എന്തോ ആണ് ഗൈസ് നമ്മുടെ സബ്സ്ക്രൈബ്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിതാ ഗൈസ് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ ഒരു ആക്സിലേറ്ററിൻ്റെ ഒറ്റ വളവിലാണ് ഗൈസ് നമ്മുടെ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാൻ പോകുന്നത്. ഇനി വളവൊന്നുമില്ല ഗൈസ്, സ്ട്രെയിറ്റ് പോയാൽ നമ്മുടെ സ്ട്രെയിറ്റ് അല്ല ഒറ്റ ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ആവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക ഗൈസ്. അതേപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും പിന്നെ ഇതിൻ്റെ മുന്നേ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയും ഇതേപോലെ പുതിയ അടിപൊളി വണ്ടികളൊക്കെ ആയിട്ട് വരുന്നതാണ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പുതിയ വണ്ടിയോ അതേപോലെ ഇതേപോലുള്ള ഗെയിംസ് ഇനി നിങ്ങൾക്ക് പുതിയ വേറെ ഏതെങ്കിലും ഗെയിംസ് കളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഫോണിലാണ് കളിക്കുന്നത്, നമ്മുടെ PC റെഡി ആയിട്ടില്ല. അപ്പോൾ അത് കിട്ടുന്നത് വരെ നമ്മൾ ഇങ്ങനത്തെ പ്ലേ സ്റ്റോർ ഗെയിംസ് ആയിരിക്കും ഗൈസ് കളിക്കുന്നത്. അപ്പോൾ നമ്മുടെ പോർഷെ പോലെ ഞാൻ വേറെ 2-3 കാറ് ഷോർട്സ് ആക്കിയിട്ടാണ് ഗൈസ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ മസ്റ്റാങ്ക്, അതേപോലെ എന്താണ് BMW M5 M4, അതേപോലെ ഡോഡ്ജിൻ്റെ ഒരു വണ്ടിയുണ്ട്, പിന്നെ പോളോ, വോൾസ്വാഗൻ പോളോ GTI മോഡിഫൈഡ് ഗൈസ്. ഇതേപോലെ കുറേ വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്യുക. അത് നമ്മൾ ഷോർട്സ് ആക്കിയിട്ടാണ് ഗൈസ് ഇട്ടത്, വീഡിയോ ആക്കിയില്ല. നിങ്ങൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയുക. അപ്പോൾ ഞാൻ ഏതായാലും നിങ്ങളുടെ എൻ്റെ വിശ്വാസത്തിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിക്ക് ഗൈസ് ഞാൻ ഏതായാലും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, ആക്സിലേറ്ററിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മുന്നോട്ട് ഇറങ്ങി നടന്നാലും മതിയായിരുന്നു. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ജേണി ഇവിടെ വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പോർഷെ ആണ് ഗൈസ് ഇത്. ഇതാണ് അവരുടെ ലോഗോ, ബസ് സിമുലേറ്റർ ഇന്ത്യ. ഇതേപോലെ തന്നെയാണ് ഗൈസ് ബസ് സിമുലേറ്റർ. എടാ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ഏതെങ്കിലും ഒരു ഗ്യാരേജിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് വ്യൂ ഉണ്ടായിരുന്നു കണ്ടോ ഗൈസ്? ഒരു വണ്ടി പോയതുണ്ടോ? ബസ് പോകുന്നുണ്ടോ? ഇത് ഈ ഒരു ഗെയിമിൽ അവർ ചെയ്ത വേറൊരു വെറൈറ്റിയാണ് ഗൈസ്. ഈ ഗ്യാരേജിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ വണ്ടികൾ പോകുന്നത്. അതേപോലെ ഈ ഒരു സ്റ്റെപ്പ് ഗൈസ്, ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടോ? ഈ ഒരു സ്റ്റെപ്പ് അവർ മെയിൻലി ചെയ്തതാണ്. കുറച്ച് 2 ചെറിയ മാറ്റങ്ങളാണ് ഗൈസ്. പിന്നെ അപ്പുറത്ത് ഇവിടെ മാത്രം ഷട്ടർ, അവിടെ സ്വിച്ച്. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ, സി യു ബൈ. അപ്പോൾ ഞാനേതായാലും ഇതെങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യാം? ഓക്കെ ബൈ ഗൈസ്, സി യു ലേറ്റർ, സി യു സൂൺ.